മഴയുടെ സാക്ഷ്യം. അധ്യായം 1. ഉമ്മറത്തെ നിഴലുകൾ. പുറത്ത് ഹൈറേഞ്ചിൻ്റെ തണുപ്പുള്ള മഴ പെയ്യുന്നുണ്ടായിരുന്നു. ഇടുക്കിയിലെ ഏലത്തോട്ടങ്ങൾക്കിടയിലുള്ള ആ പഴയ തറവാടിൻ്റെ ഉമ്മറത്ത് റിട്ടയേർഡ് ജസ്റ്റിസ് മാധവൻ മേനോൻ തൻ്റെ ചാരുകസേരയിൽ കിടന്ന് ഇരുട്ടിലേക്ക് നോക്കി. ആ മുറിയിൽ കത്തുന്നത് ഒരു ടേബിൾ ലാമ്പ് മാത്രമാണ്. ഭിത്തിയിലെ പഴയ ക്ലോക്കിൻ്റെ സെക്കൻഡ് സൂചി ഓരോ തവണ നീങ്ങുമ്പോഴും ആ നിശബ്ദതയ്ക്ക് കനം കൂടുന്നത് അദ്ദേഹം അറിഞ്ഞു. പെട്ടെന്നാണ് താഴെ മുറ്റത്ത് ഒരു ജീപ്പ് വന്നു നിന്ന ശബ്ദം കേട്ടത്. ഈ അസമയത്ത് ആരും വരാറില്ല. മാധവൻ മേനോൻ സാവധാനം എഴുന്നേറ്റു. വാതിൽ തുറന്നപ്പോൾ പുറത്താരുമില്ല. മഴയുടെ തണുത്ത കാറ്റ് അകത്തേക്ക് ഇരച്ചുകയറി. പക്ഷേ ഉമ്മറപ്പടിയിൽ നനഞ്ഞു കുതിർന്ന ഒരു പൊതിയിരിക്കുന്നു. അതൊരു പഴയ തുകൽ ബാഗായിരുന്നു. വിറയ്ക്കുന്ന കൈകളോടെ അദ്ദേഹം അത് തുറന്നു. അതിനുള്ളിൽ ഒരു വെള്ളി മോതിരമായിരുന്നു. രക്തം കട്ട പിടിച്ച ഒരു വെള്ളി മോതിരം. 20 വർഷം മുൻപ് തൂക്കുമരത്തിലേക്ക് താൻ അയച്ച രാഘവൻ എന്ന പ്രതിയുടെ വിരലിൽ നിന്നും അന്ന് കാണാതായ അതേ മോതിരം. മോതിരത്തിൻ്റെ ഉൾവശത്ത് അദ്ദേഹം ഒന്നുകൂടി സൂക്ഷിച്ചു നോക്കി. അവിടെ ആ എന്ന അക്ഷരത്തിന് തൊട്ടടുത്ത് ഒരു തീയതി കൂടി കൊത്തിവെച്ചിരുന്നു. ആ തീയതി കണ്ടതും അദ്ദേഹത്തിൻ്റെ ശ്വാസം നിലച്ചുപോയി. അത് 20 വർഷം മുൻപുള്ളതല്ല, ഇന്നത്തെ തീയതിയായിരുന്നു. അധ്യായം 2. നീതിയുടെ മുനമ്പിൽ ഓർമ്മകൾ. 20 വർഷം പുറകോട്ട് സഞ്ചരിച്ചു. കോട്ടയത്തെ പഴയ സെഷൻസ് കോടതിയുടെ വരാന്തകളിൽ അന്ന് വിയർപ്പിൻ്റെയും പഴയ ഫയലുകളുടെയും ഗന്ധമായിരുന്നു. പ്രതിക്കൂട്ടിൽ നിന്നിരുന്നത് രാഘവൻ എന്ന തടിമിൽ തൊഴിലാളി. നിഷ്കളങ്കമായ കണ്ണുകളുള്ള ആ മനുഷ്യൻ കോടതിയിൽ അലറി വിളിച്ചു, യജമാനനെ, ഞാനല്ല, ആ പെണ്ണിനെ ഞാൻ തൊട്ടിട്ടില്ല. പക്ഷേ തെളിവുകളെല്ലാം രാഘവനെതിരായിരുന്നു. വിധി പറയുന്നതിന് തലേ ദിവസം രാത്രി മാധവൻ മേനോന്റെ ഔദ്യോഗിക വസതിയിലേക്ക് ഒരു അജ്ഞാത ഫോൺ കോൾ വന്നു. അന്ന് അധികാരത്തിലിരുന്ന ഒരു പ്രമുഖ രാഷ്ട്രീയ നേതാവിൻ്റെ ശബ്ദമായിരുന്നു അത്. മാധവ, ആ കേസിൽ കൂടുതൽ അന്വേഷണം വേണ്ട. രാഘവൻ തൂങ്ങണം, ഇല്ലെങ്കിൽ നിന്റെ കുടുംബം പുറം ലോകം കാണില്ല. ഭയം കൊണ്ട് ഒരു നിരപരാധിയെ തൂക്കുമരത്തിലേക്ക് അയക്കാനുള്ള വിധിന്യായത്തിൽ അന്ന് മാധവൻ മേനോൻ ഒപ്പിട്ടു. ആ പാപത്തിൻ്റെ ഭാരവുമായാണ് അദ്ദേഹം ഇത്രയും കാലം ജീവിച്ചത്. പക്ഷേ അന്ന് താൻ കീറിക്കളഞ്ഞ ആ ഡയറിയിലെ രഹസ്യം ഇപ്പോഴും തന്നെ വേട്ടയാടുന്നത് എന്തിനാണ്? അധ്യായം 3. നിഗൂഢമായ യാത്ര. ഭയത്തോടെ അദ്ദേഹം മകൾ അപർണയുടെ മുറിയിലേക്ക് ഓടി. അവൾ അവിടെയുണ്ട്. പക്ഷേ അവളുടെ കയ്യിൽ താൻ കണ്ട ആ വെള്ളി മോതിരത്തിൻ്റെ അടയാളം പോലെ ഒരു പാട് അദ്ദേഹം കണ്ടു. അവൾ ഉറക്കത്തിലെന്തോ പുലമ്പുന്നുണ്ടായിരുന്നു. അച്ഛാ, അയാൾ വന്നു, അയാൾ ആ പടികൾ കയറുന്നുണ്ട്. പരിഭ്രാന്തനായ മേനോൻ തോക്കെടുത്ത് പുറത്തിറങ്ങി. മുറ്റത്തെ മണ്ണിൽ വലിയ ബൂട്ടിട്ട അടയാളങ്ങൾ കാട്ടിലേക്ക് നീളുന്നു. മാധവൻ മേനോൻ തൻ്റെ പഴയ ജീപ്പ് സ്റ്റാർട്ട് ചെയ്തു. ലക്ഷ്യം 20 വർഷം മുൻപ് കൊലപാതകം നടന്ന ആ പഴയ തടിമിൽ നിൽക്കുന്ന ഗ്രാമം. യാത്രക്കിടയിൽ ആകാശത്ത് ഇടിമിന്നൽ വെളിച്ചം പടർന്നപ്പോൾ ജീപ്പിൻ്റെ പിൻസീറ്റിൽ ഒരാളിരിക്കുന്നത് അദ്ദേഹം സൈഡ് മിററിലൂടെ കണ്ടു. പക്ഷേ തിരിഞ്ഞു നോക്കിയപ്പോൾ അവിടെ ആരുമില്ല. നിഴലുകൾ അദ്ദേഹത്തോട് കളിക്കുകയാണോ, അതോ സ്വന്തം കുറ്റബോധം രൂപം പ്രാപിച്ചതാണോ? അധ്യായം 4. മില്ലിലെ സാക്ഷി. തടിമില്ലിലെത്തിയപ്പോൾ അവിടെ അന്തരീക്ഷം വല്ലാതെ ഭയപ്പെടുത്തുന്നതായിരുന്നു. നശിച്ചുപോയ യന്ത്രങ്ങൾക്കിടയിൽ ഒരാളിരിക്കുന്നു. അത് രാഘവന്റെ മകൻ സേതുവായിരുന്നു. സേതുവിൻ്റെ കൈവശം ഒരു പഴയ ടേപ്പ് റെക്കോർഡർ ഉണ്ടായിരുന്നു. സാർ, എൻ്റെ അച്ഛൻ മരിച്ചത് ആരെയും കൊന്നിട്ടല്ല. പക്ഷെ അന്ന് അച്ഛൻ തൂക്കുമരത്തിലേക്ക് നടന്നത് നിങ്ങളെ രക്ഷിക്കാനായിരുന്നു, സേതു പറഞ്ഞു.
മേനോൻ സ്തബ്ധനായി. സേതു ആ കാസറ്റ് പ്ലേ ചെയ്തു. അതിൽ കേട്ട ശബ്ദം IG ശേഖരൻ്റേതായിരുന്നു. മാധവ, നിന്റെ മകൾ അപർണയുടെ കയ്യിലല്ലേ അന്ന് ആ പെൺകുട്ടി മരിച്ചത്? നീ അവളെ രക്ഷിക്കാൻ വേണ്ടിയല്ലേ രാഘവനെ ബലി കൊടുത്തത്? മാധവൻ മേനോന്റെ തല ചുറ്റാൻ തുടങ്ങി. താൻ തൻ്റെ മനസ്സാക്ഷിയെ വിശ്വസിപ്പിക്കാൻ സൃഷ്ടിച്ചെടുത്ത നുണയായിരുന്നു രാഘവനെ രാഷ്ട്രീയക്കാർ ബലി കൊടുത്തു എന്നത്. സത്യത്തിൽ തൻ്റെ മകളെ രക്ഷിക്കാൻ താൻ നടത്തിയ നാടകമായിരുന്നു ആ വിധിന്യായം. അധ്യായം 5. അന്തിമവിധി. ഇരുട്ടിൽ നിന്നും IG ശേഖരൻ ചിരിച്ചുകൊണ്ട് പുറത്തു വന്നു. ശേഖരൻ്റെ കയ്യിൽ ഒരു ഗ്ലാസ് പാത്രമുണ്ടായിരുന്നു. അതിനുള്ളിൽ രക്തം പുരണ്ട മറ്റൊരു വെള്ളിമോതിരം. മാധവ, 20 വർഷം നീ നിന്നെ തന്നെ ചതിച്ചു. നിന്റെ മകൾ അപർണ അന്ന് ചെയ്തത് ഒരു കൊലപാതകമായിരുന്നില്ല, അതൊരു അപകടമായിരുന്നു. പക്ഷേ നീ നിന്റെ അന്തസ്സ് കാക്കാൻ ഒരു പാവത്തെ തൂക്കിലേറ്റി. ഇന്ന് അവൾക്കെല്ലാം ഓർമ്മ വന്നിരിക്കുന്നു. അവൾ നിന്നെ തിരയുന്നുണ്ട്. പെട്ടെന്ന് മില്ലിൻ്റെ മുകളിലത്തെ തട്ടിൽ നിന്നും ഒരു രൂപം താഴേക്ക് ചാടി. അത് അപർണയായിരുന്നു. അവളുടെ കണ്ണുകളിൽ ഉന്മാദമായിരുന്നു. അച്ഛാ, അന്ന് ആ മില്ലിൽ ഞാനുമുണ്ടായിരുന്നു. രാഘവൻ ചേട്ടൻ എന്നോട് പറഞ്ഞു അച്ഛൻ എന്നെ വെറുക്കുമെന്ന്. പക്ഷേ അച്ഛൻ അയാളെ കൊന്നില്ലേ? ശേഖരൻ തോക്കുയർത്തി. മാധവ, നിന്റെ പാപങ്ങളുടെ സാക്ഷികൾ ഇല്ലാതാകണം. പക്ഷേ സേതു ശേഖരൻ്റെ കൈ തട്ടിമാറ്റി. അവിടെ ഒരു മൽപ്പിടുത്തം നടന്നു. തോക്ക് താഴെ വീണു. മാധവൻ മേനോൻ ആ തോക്കെടുത്തു. പക്ഷേ അദ്ദേഹം വെടിവെച്ചത് ശേഖരനെയല്ല, പകരം മില്ലിലെ വലിയൊരു തൂണിലേക്കായിരുന്നു. ആ തടിമിൽ വർഷങ്ങളുടെ പഴക്കമുള്ളതായിരുന്നു. ആഘാതത്തിൽ മില്ലിൻ്റെ മേൽക്കൂര തകർന്നു വീഴാൻ തുടങ്ങി. അധ്യായം 6. മുക്തിയുടെ മഴ. എല്ലാവരും പുറത്തേക്ക് ഓടി. മില്ലിനുള്ളിൽ സേതുവും ശേഖരനും കുടുങ്ങിപ്പോയി. പുറത്ത് തകർത്തു പെയ്യുന്ന മഴയിൽ മാധവൻ മേനോൻ മുട്ടുകുത്തിയിരുന്നു. അപർണ അദ്ദേഹത്തിൻ്റെ അരികിൽ വന്നു നിന്നു. അവളിപ്പോൾ ശാന്തയാണ്. അവളുടെ കയ്യിലെ മോതിരം അവൾ മഴവെള്ളത്തിലേക്ക് വലിച്ചെറിഞ്ഞു. ദൂരെ പോലീസ് ജീപ്പുകളുടെ സൈറൺ മുഴങ്ങി. പക്ഷേ മാധവൻ മേനോൻ ആരെയും ഭയപ്പെട്ടില്ല. നിയമത്തിൻ്റെ കോടതിയിൽ നിന്ന് അദ്ദേഹം രക്ഷപ്പെട്ടിട്ടുണ്ടാകാം. പക്ഷേ കാലത്തിൻ്റെ കോടതി അദ്ദേഹത്തിന് ശിക്ഷ വിധിച്ചു കഴിഞ്ഞിരുന്നു. തൻ്റെ മകളുടെ നഷ്ടപ്പെട്ട ഓർമ്മകളും ഒരു നിരപരാധിയുടെ ശാപവും ഇനിയുള്ള കാലം അദ്ദേഹത്തെ പിന്തുടരും. വെളിച്ചം പരന്നു തുളന്നു തുടങ്ങിയപ്പോൾ ഹൈറേഞ്ചിൻ്റെ മുകളിൽ മഞ്ഞു നീങ്ങിത്തുടങ്ങി. മാധവൻ മേനോൻ പോലീസിന് നേരെ കൈകൾ നീട്ടി. കൈവിലങ്ങുകൾ മുറുകുമ്പോഴും അദ്ദേഹം കേട്ടത് മഴയുടെ ശബ്ദമായിരുന്നില്ല, മറിച്ച് 20 വർഷം മുൻപ് രാഘവൻ അവസാനമായി നടന്നപ്പോഴുണ്ടായ ആ ചങ്ങലകളുടെ കിലുക്കമായിരുന്നു. മഴ തോർന്നു. പക്ഷേ മാധവൻ മേനോന്റെ ഉള്ളിലെ നീതിയുടെ സാക്ഷ്യം ഇപ്പോഴും പെയ്തുകൊണ്ടിരുന്നു.